ഹായ് സ്മിത്തോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിലാക്കുട്ടി NCCന്റെ ക്യാമ്പിന് പോകുന്നതിൻ്റെ ലഗേജ് പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പം ഇന്ന് നിലാക്കുട്ടി ക്യാമ്പിന് പോയി. ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് അവളിപ്പം 9th-ലാണ്. അപ്പം എന്താണ് ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ അവളെ വിട്ടു നിൽക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഞാൻ അവളെ നിൽപ്പിക്കില്ല. അതായത് ഞാനില്ലാതെ തനിച്ച് നിൽപ്പിക്കാറില്ല. അവളെ എന്നല്ല, ലച്ചുകുട്ടീനെയും നിൽപ്പിക്കാറില്ല. അതിൻ്റെതായിട്ടുള്ള ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളിതൊക്കെ ശീലിക്കണമല്ലോ. ആ ഒരു രീതിയിലാണ് ഇപ്പൊ അവളെ വിട്ടത്. അപ്പൊ രാവിലെ തന്നെ അവള് ബാഗും ബക്കറ്റും എല്ലാം കൂടി തൂക്കി പിടിച്ച് അവള് ക്ലാസ്സിലേക്ക് ചാടിപ്പോയി. എന്താണ് ലച്ചുകുട്ടീനേക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അവളെ ക്ലാസ്സിലേക്ക് പറഞ്ഞതിന് ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നപ്പോൾ എല്ലാ പേരൻസും ഉണ്ടായിരുന്നു. ദേവു ആയിരുന്നു ഫസ്റ്റ് എത്തിയിരുന്നിട്ട്, അവളുടെ ഫ്രണ്ടാണ്. അപ്പൊ അവര് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ആബ വന്നു, തീർത്ഥ വന്നു, പിന്നെ ഫാദർ വന്നിട്ട് എല്ലാവർക്കും എന്താ പറയുക ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് ഫാദർ പോയി. പിന്നീട് അവര് ടീച്ചർ വന്നിട്ട് പേരൊക്കെ എല്ലാവരും വിളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ലഗേജും കെട്ടും പാണ്ടൊക്കെ എടുത്ത് അവര് യാത്രയായി ബസ്സിൽ. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഈ ബാഗൊക്കെ പിള്ളേർ എങ്ങനെ പിടിച്ച് തൂക്കുന്നു, ഒരു ഐഡിയ ഇല്ല. പിന്നെ അവള് ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് അവള് ഹാപ്പി ആയിരുന്നു. പിന്നെ പോവാൻ നേരത്തെ വണ്ടി എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മുഖം വാടിയായിരുന്നു. കുഴപ്പമില്ല, അതങ്ങ് ശരിയാവും. എനിക്ക് ചേട്ടൻ ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര വിഷമായിരുന്നു. ലച്ചുകുട്ടിക്ക് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, വൈകുന്നേരം വന്നാൽ അറിയാം. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇനി അടുത്ത 10 ദിവസത്തേക്ക് നിലാക്കുട്ടി നമ്മളെ വീട്ടിലുണ്ടാവില്ല. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, അവളാണ് വീട്ടിൽ കലപില പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും എല്ലാവരും പോയി അടിച്ചു പൊളിച്ച് ക്യാമ്പൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ. അപ്പം ഇനി 10 ദിവസത്തിന് ശേഷം ആളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. ഫോൺ വിളിക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർക്ക് മെസ്സേജ് അയക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, താങ്ക് യു.